തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിക്കിടന്നത് 42 മണിക്കൂർ. ഉള്ളൂർ സ്വദേശി രവീന്ദ്രനാണ് മരണം മുഖാമുഖം കണ്ടത്. എമർജൻസി അലാറം മുഴക്കിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് രവീന്ദ്രൻ. സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 ജീവനക്കാരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നടുവേദനയെ തുടർന്ന് അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടറെ കാണുന്നതിനാണ് രവീന്ദ്രൻ ശനിയാഴ്ച ഒപിയിലെത്തിയത്. തകരാറിലായി ലിഫ്റ്റിൽ കയറിയ രവീന്ദ്രൻ അകത്ത് കുടുങ്ങുകയായിരുന്നു. ഇതിനിടയിൽ നിലത്ത് വീണ് മൊബൈൽ ഫോൺ പൊട്ടുകയും ചെയ്തു. ഇത് കാരണം ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം ആരെയും വിളിച്ചറിയിക്കാൻ കഴിഞ്ഞില്ല. എമർജൻസി അലാറം മുഴക്കിയെങ്കിലും ആശുപത്രി ജീവനക്കാരും ശ്രദ്ധിച്ചില്ലെന്നാണ് പരാതി. ഞായറാഴ്ചയായതിനാൽ അടുത്ത ദിവസവും ആരും ലിഫ്റ്റ് പരിശോധിച്ചില്ല. ഇതിനിടെ രവീന്ദ്രനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. ഇന്ന് രാവിലെ തകരാർ പരിഹരിക്കുന്നതിനായി തൊഴിലാളികൾ എത്തി ലിഫ്റ്റ് തുറന്നപ്പോഴാണ് അവശനിലയിൽ രവീന്ദ്രനെ കണ്ടെത്തിയത്. ലിഫ്റ്റ് തകരാറിലായെന്ന മുന്നറിയിപ്പ് ഒരിടത്തുമില്ലായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. രവീന്ദ്രൻ കുടുങ്ങിപ്പോയ ലിഫ്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്നതല്ലെന്നാണ് അധികൃതരുടെ വാദം. സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സാർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.